ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അവിടെ നഗരസഭയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ തർക്കം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. മാധ്യമങ്ങൾ നടപടികൾ ചിത്രീകരിക്കുന്നത് അനുവദിക്കില്ല എന്ന് വരണാധികാരി പറഞ്ഞതോടെയാണ് ഈ തർക്കം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്നയിടത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, അവിടെ തർക്കമുണ്ടാകുന്നു, എന്താണ് തർക്കത്തിന് കാരണം? മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു എന്നതാണോ ഇപ്പോൾ ഒരു വിഷയമായി മാറിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അഭിലാഷ, അത് സംബന്ധിച്ച തർക്കമായിരുന്നു കുറച്ച് സമയത്തേക്ക് നടപടിക്രമങ്ങൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതായത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടുകൂടി ഭരണാധികാരിയായ ജെ ബോബി അദ്ദേഹം മാധ്യമങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല ലൈവ് ടെലികാസ്റ്റിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പാടില്ല എന്ന് ആവശ്യപ്പെട്ടതോടുകൂടി ആണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങൾ അക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചതോടുകൂടി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ, അതായത് വാർഡ് കൗൺസിലർമാർ അടക്കമുള്ള പുതിയ അംഗങ്ങൾ അത് മാധ്യമങ്ങൾക്ക് പിന്തുണയുമായി വരികയായിരുന്നു. ഇടതുപക്ഷവും ഒപ്പം തന്നെ UDF-ഉം മാധ്യമങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നവർ അറിയിച്ചു. എന്നാൽ ജില്ലാ കളക്ടറുടെ അടക്കം വരണാധികാരി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി. തുടർന്ന് വീണ്ടും അത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചതോടുകൂടിയാണ് പിന്നീട് നടപടിക്രമങ്ങൾ, അതായത് ആദ്യ ദിവസം തന്നെ തർക്കങ്ങളിലേക്ക് പോയത് എന്ന് തന്നെ പറയാം. ഏകദേശം അരമണിക്കൂറോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നു. പിന്നീട് അംഗങ്ങൾ ഓരോരുത്തരായി അതിർത്തി അറിയിച്ചു തുടങ്ങിയതോടുകൂടി ആണ് വീണ്ടും പോലീസിനെ ഇടപെട്ടുകൊണ്ട് ലൈവ് ടെലികാസ്റ്റിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടിലേക്ക് അയവ് വന്നത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അംഗങ്ങൾക്ക് നൽകുന്നതിനുള്ള ബാലറ്റ് പേപ്പറുകൾ ക്രമീകരിക്കുകയാണ്. അത് ക്രമീകരിച്ച് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി. എന്തായാലും തർക്കം പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ആലപ്പുഴ നഗരസഭ മുന്നോട്ട് പോവുകയാണ്. യെസ്, എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ മാധ്യമങ്ങൾക്ക് പിന്തുണ നൽകുന്നു, പക്ഷേ വരണാധികാരി അതിന് ഒരുക്കമല്ല എന്നുള്ളതാണ്. അതായത് മാധ്യമങ്ങൾ ഈ തത്സമയം ദൃശ്യങ്ങൾ നൽകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. വരണാധികാരിക്ക് അതുമായി ബന്ധപ്പെട്ട് വിവേചനാധികാരം ഉണ്ടാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റിംഗ് അടക്കം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം മാധ്യമങ്ങൾക്ക് നൽകി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കൊച്ചി കോർപ്പറേഷനിലേക്ക് നടന്ന വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയാണ് വരണാധികാരി ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അല്ലാതെ ആശയക്കുഴപ്പത്തിലേക്ക് പോകേണ്ട കാര്യം ഇവിടെ ആർക്കും ഇത് നടത്തണമെന്നോ വേണ്ടെന്നോ മാധ്യമ പ്രവർത്തകർ നിൽക്കണമെന്നോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ ഇവിടെ നടത്തുക. അതിനപ്പുറം ഞങ്ങൾക്ക് വേറൊന്നുമില്ല. സാറിനെ ഇവിടെ കേറ്റാതിരിക്കാൻ പാടില്ല എന്നാണ് എന്തുണ്ടോ സാറിന്റെ കയ്യിലുണ്ടോ? കേറ്റാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ അല്ല, അങ്ങനെയല്ല. അല്ലാതെ ആശയക്കുഴപ്പത്തിലേക്ക് പോകേണ്ട കാര്യം ഇവിടെ ആർക്കും ഇത് നടത്തണമെന്നോ വേണ്ടെന്നോ മാധ്യമ പ്രവർത്തകർ നിൽക്കണമെന്നോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ ഇവിടെ നടത്തുക. അതിനപ്പുറം ഞങ്ങൾക്ക് വേറൊന്നുമില്ല. സാറിനെ ഇവിടെ കേറ്റാതിരിക്കാൻ പാടില്ല എന്നാണ് എന്തുണ്ടോ സാറിന്റെ കയ്യിലുണ്ടോ? കേറ്റാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ. യെസ്, ആലപ്പുഴയിൽ നടന്ന തർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവിടെ വരണാധികാരി നിലപാട് സ്വീകരിച്ചത് മാധ്യമങ്ങൾ പുറത്തു പോകണമെന്നാണ്. പക്ഷേ കൗൺസിലർമാർ അടക്കം പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. പക്ഷേ കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. ജില്ലാ കളക്ടറാണ് അവിടെ പ്രേക്ഷകർ ഓർക്കേണ്ടത്. അതായത് കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്ന വോട്ട് എണ്ണലിനെ അടക്കം നിയന്ത്രിക്കുന്നത് കളക്ടർമാർ നേരിട്ടാണ്. അതേസമയം നഗരസഭകളിലേക്ക് കളക്ടർമാർ അടക്കം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള
ഉദ്യോഗസ്ഥർ ആണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊച്ചി കോർപ്പറേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിനിമോൾ ആ ഘട്ടത്തിൽ സന്തോഷ പ്രകടനം, അതായത് മറ്റ് കൗൺസിലർമാർ ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ ഈ കൗൺസിലറെ അഭിനന്ദിക്കുന്നതാണ്. പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് തന്നെ ദീപ്തി മേരി വർഗീസ് അവിടെ നിന്ന് കൗൺസിലർ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതായത്